ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അടിപൊളി കേക്കാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് ബേക്കും ചെയ്യേണ്ട, കുക്കും ചെയ്യേണ്ട. അപ്പം ഇൻ കേസ് ബർത്ത്ഡേയോ ആനിവേഴ്സറിയൊക്കെ മറന്നുപോയാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കേക്കാണ്. അപ്പം നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്രീം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം, അത് ഒരു പോട്ടിന് അത്ര തന്നെ കിട്ടുന്നത്. അതിലേക്കൊരു 125 ml ഒരു കപ്പിൽ കുറച്ച് ഷുഗർ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമും അതുപോലെ ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ആയ ശേഷം നമുക്കതിലേക്ക് ഡബിൾ ക്രീം ചേർത്ത് കൊടുക്കാവേ. ഡബിൾ ക്രീം നമ്മൾ ചീസ് എന്തോരമാണ് എടുക്കുന്നത് അത് സെയിം എമൗണ്ടിലാണ് നമ്മൾ ഡബിൾ ക്രീം ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടിയാവണ്ട. അത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വനില എസൻസ് ആണ്. വനില എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള കാരണം ഞാനതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ വളരെ വില കുറഞ്ഞ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് മാൾട്ടഡ് മിൽക്ക് ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലൂടെ വേണം. അപ്പോൾ നമ്മൾ ഓരോ ബിസ്ക്കറ്റ് ഞാനൊരു കട്ടിംഗ് ബോർഡിലോട്ട് ഒരു പാച്ച്മെൻറ്റ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് ഈ ബിസ്ക്കറ്റ് പാലിൽ മുക്കി അത് ബേസ്മെൻ്റ് ഒന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടി അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ക്രീം കൂടെ ചേർത്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് അവിടുന്ന് മൂവ് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തോരം വലിപ്പമുള്ള കേക്കാണ് വേണ്ടത് അതനുസരിച്ച് അത്രയും നീളത്തിൽ വീതിക്കും ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പാലിൽ മുക്കി ക്രീം പുരട്ടിയിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ബിസ്ക്കറ്റ് ചെയ്യുന്നുള്ളൂ. അത്രയും വലിപ്പം മതിയായതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ക്രീം പുരട്ടി അത് ലെയർ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 4 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ലെയർ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം തീരെ കട്ടി കുറച്ചുമല്ല, എന്ന് വെച്ചാൽ ഒരുപാട് കട്ടി കൂടിയുമല്ല കേട്ടോ ക്രീം പുരട്ടേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ബിസ്ക്കറ്റിലേക്ക് പാലിൽ മുക്കി നമ്മൾ അത് വെച്ച് കൊടുക്കുകയാണ്. എത്ര വലുപ്പത്തിലാണോ നമ്മൾ ബേസ് തയ്യാറാക്കിയിരിക്കുന്നത് അതേ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രീം പുരട്ടി കൊടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ലെയർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ ബിസ്ക്കറ്റ് ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ക്രീം പുരട്ടി കേക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇത് ലെവൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉപയോഗിച്ച പാലിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട്, അതായത് നമ്മൾ എന്തുകൊണ്ടാണോ കേക്ക് ലെവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ലെവൽ ചെയ്താൽ മതി. അത് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് മൾട്ടി കളേർഡ് സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചാണ് ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ബിസ്ക്കറ്റാണെന്ന് വിചാരിച്ച് ടേസ്റ്റ് ഉണ്ടാകുകയല്ലെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക്. ബിസ്ക്കറ്റാണെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഇത് തയ്യാറാക്കിയെടുത്ത ശേഷം 12 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. വെച്ച ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. എങ്കിലേ നമുക്ക് ആ കേക്കിൻ്റെ ഒരു ടെക്സ്ചർ ഈ ബിസ്ക്കറ്റ് ആയി കിട്ടത്തുള്ളൂ. കാരണം ആ ക്രീം ബിസ്ക്കറ്റിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ 12 മണിക്കൂർ മസ്റ്റായിട്ടും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.